തീർച്ചയായിട്ടും സ്മൃതി, ഇത് വല്ലാത്തൊരു നിമിഷമാണ്, വളരെ വൈകാരികമായൊരു നിമിഷമാണ്. എനിക്കൊന്ന് സ്മൃതി വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സമയത്താണ് ആ വാർത്ത നമ്മളാണ് ബ്രേക്ക് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇന്നലെ മുതൽ തന്നെ പിയാസോൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, വധശിക്ഷ നീട്ടിവെച്ചേക്കും എന്നുള്ള വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയിപ്പുണ്ട്. പക്ഷേ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളതിനകത്തൊരു ജാഗ്രത പാലിച്ചു. നമ്മൾ തന്നെ ആ വാർത്ത ഇന്ന് കേരളത്തെ അറിയിക്കുകയും ചെയ്തു. എന്തായാലും സന്തോഷകരമായ കാര്യം, റിയൽ കേരള സ്റ്റോറി അല്ലേ? റിയൽ കേരള സ്റ്റോറിയാണ്. ഇതിൽ ഞാൻ സർക്കാരുകളെ കുറ്റപ്പെടുത്താൻ എനിക്ക് ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് എവിടെ സംഭവിക്കുന്നു എന്നുള്ളത് പ്രധാനമാണല്ലോ. നിമിഷപ്രിയ ഇപ്പോൾ ജയിലിലുള്ളത് ഹൂത്തി നിയന്ത്രിത സനയിലാണ്, വടക്കൻ യമനിലാണ്. അവിടെ മറ്റ് നിയമങ്ങളൊന്നും നടപ്പാക്കുന്നില്ല. അവിടുത്തെ പ്രഖ്യാപിത സർക്കാരിന് ഇടപെടുന്നതിൽ പരിമിതികളുള്ള ഒരു സംവിധാനമാണ്. അവിടെ ഈ വധശിക്ഷ അടക്കം നടപ്പാക്കുന്നത് ആരെ അറിയിക്കാറ് പോലുമില്ല. ആ രൂപത്തിൽ നടക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഇന്ത്യ സർക്കാർ അവരുമായി ചർച്ച നടത്തുക? അങ്ങനെ ചർച്ച നടത്താൻ അവിടെ അന്തർദേശീയ അംഗീകാരമില്ലാത്ത ഹൂതികൾ ഭരിക്കുന്ന ഇടങ്ങളിൽ എങ്ങനെയാണ് സർക്കാരിന് അങ്ങനെ ഔദ്യോഗികമായ ചർച്ച നടത്താനാവുക? അതിലൊരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ കത്തിൽ കുറ്റവാളി നിമിഷപ്രിയ ടോമി തോമസിന്റെ വധശിക്ഷ പുതിയ തീയതി നിങ്ങളെ അറിയിക്കുന്നവരെ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള കത്താണല്ലോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ആ കത്ത് കിട്ടിയിരുന്നത് സർക്കാരുകൾക്ക് കടന്നു പോകാൻ പറ്റാത്ത വഴികളിലൂടെ കാന്തപുരത്തിന് കടക്കാൻ പറ്റിയെന്നുള്ളതാണ്. സർക്കാരുകൾക്ക് ഈ തരത്തിൽ അവിടെ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു മത പുരോഹിതനുമായി ചർച്ച നടത്തിയിട്ട് ഈ കാര്യം നടപ്പാക്കുക എളുപ്പമല്ല. സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരുമായിട്ടേ ചർച്ച നടത്തുക സാധ്യമുള്ളൂ. ആ സാധ്യത അവിടെ അടയുന്നു എന്നുള്ളതാണ്. ഹൂതികൾ ഭരിക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ ആഭ്യന്തര കലഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന സർക്കാരുകൾ പലതരത്തിൽ നേരത്തെ ചർച്ചകൾക്ക് ശ്രമിച്ചിരുന്നു. ഇത് പലതവണ ഇവിടെ നമ്മുടെ ഡൽഹി ഹൈക്കോടതിയിൽ വന്നു, അതിനുശേഷം സുപ്രീം കോടതിയിൽ വന്നു. സുപ്രീം കോടതി ചോദിക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ഞങ്ങൾക്ക് പരിമിതികളുണ്ട്, ആ പരിമിതികൾ അറിയിക്കുന്നു, അത് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ശ്രമം നടത്താതിരിക്കുകയല്ല. ശ്രമം നടത്തുന്നത് അത് പൂർണ്ണമായി വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. പക്ഷേ അതേസമയം ഇവിടെ നമ്മുടെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും, ഇപ്പോൾ നമുക്കറിയാം ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് നടത്തിയ ഫോൺ കോൾ, ആ വീഡിയോ നമ്മൾ കാണുന്നുണ്ടല്ലോ. അദ്ദേഹം എത്രത്തോളം ഇതിൽ ഇടപെട്ടു എന്നുള്ള നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. 2020 ഈ വധശിക്ഷ പ്രഖ്യാപിക്കുന്നത്. അന്ന് മുതൽ തന്നെ അവരെ വിട്ടുകിട്ടാനുള്ള ആവശ്യം അവരുടെ കുടുംബം മുന്നോട്ട് വരികയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള സുപ്രീം കൗൺസിലിലെ തീരുമാനമാണ് ഏറ്റവും ഒടുവിൽ അത് ആത്യന്തികമായ തീരുമാനമായി തന്നെ വന്നു എന്ന രീതിയിൽ പിന്നെ വരുന്നത്. അപ്പോൾ അന്ന് മുതൽ തന്നെ ഇവിടെ നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ശേഷം ചാണ്ടി ഉമ്മൻ അത് ഏറ്റെടുക്കുന്നു. ചാണ്ടി ഉമ്മൻ പല ഘട്ടത്തിൽ ഗവർണറെ പോയി കണ്ടു. ഗവർണർ വിദേശകാര്യ മന്ത്രാലയത്തോട് സംസാരിക്കുന്നു. വിദേശകാര്യ മന്ത്രാലയം അത് കേന്ദ്ര സർക്കാരിൻ്റെ വിദേശകാര്യ മന്ത്രാലയം അതിന്മേൽ ചർച്ചകൾ നടത്തുന്നു. ഈ രൂപത്തിൽ ചർച്ചകൾ ഒരുവിധം നടത്തുന്നുണ്ട്. ഇപ്പോൾ എം എ യൂസഫ് അലിയുടെ ഇടപെടലും അക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. ഇതൊക്കെ അവിടെ നടക്കുന്നു. പക്ഷേ ഇപ്പോൾ നടന്ന കാര്യം എന്താണ്? അവിടുത്തെ സൂഫി പണ്ഡിതനായ സെയ്ദ് ഉമർ ഹഫീസ് എന്ന സുന്നി പണ്ഡിതൻ, ആ പണ്ഡിതൻ്റെ ഇടപെടലാണ് ഇതിൽ നിർണായകമായിരിക്കുന്നത്. ആ പണ്ഡിതന് ഈ പറയുന്ന കാന്തപുരവുമായുള്ള അടുപ്പം എന്ന് പറയുന്നത് നേരത്തെയുള്ള അടുപ്പമാണ്. അദ്ദേഹം ഇവിടെ മർക്കസിൽ നോളജ് സിറ്റിയുടെ ഉദ്ഘാടനത്തിന് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെടുമ്പോൾ അവിടെ പൊതുവെ എല്ലാവർക്കും സ്വീകാരനായ വ്യക്തി എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അവിടെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമായി മാറുന്നത്. അവിടെ ഈ പറയുന്ന ഈ കുടുംബത്തിന് ഈ ദിയാധനവുമായി ബന്ധപ്പെട്ട വിഷയമല്ല യഥാർത്ഥത്തിൽ. കുടുംബത്തിനത് വൈകാരിക പ്രശ്നമാണ്. കുടുംബത്തിന് മാത്രമല്ല, അവിടെ ഗോത്രങ്ങളുടെ കാര്യത്തിൽ ഒരു വൈകാരിക വിഷയമായിട്ട് തന്നെയാണ് ഈ തലാലിൻ്റെ മരണം അല്ലെങ്കിൽ കൊലപാതകം, ആ വിഷയത്തെ അവർ അങ്ങനെയാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തുക നൽകിക്കൊണ്ട് നിമിഷപ്രിയയെ മോചിപ്പിക്കുക എന്ന രൂപത്തിലേക്ക് ആ ചർച്ച പോയിട്ടില്ല. കാരണം ആ കുടുംബം വൈകാരികമായി തന്നെ പ്രതികരിക്കുകയായിരുന്നു. അവിടെയാണ് എല്ലാവർക്കും സ്വീകാരനായ സൂഫി പണ്ഡിതൻ ഇവിടെ മതം പറഞ്ഞുകൊണ്ട്, അതായത് ഖുറാനിൽ എന്തു പറയുന്നു, ഖുറാനിൽ പ്രായശ്ചിത്തത്തെ ആ രൂപത്തിൽ അംഗീകരിക്കേണ്ടതല്ലേ എന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നിട്ടുള്ളത്. ആ ശ്രമങ്ങൾ അങ്ങേയറ്റം ശ്ലാഘനീയമാണ്. അത് വേറെ ആർക്കും ചെയ്യാൻ. അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കൂ, കാന്തപുരത്തിൻ്റെ മറുപടി. അദ്ദേഹത്തോട് ചോദിക്കുന്നു എങ്ങനെയാണ് ഇടപെടൽ നടത്തിയത്. മനുഷ്യത്വത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് അദ്ദേഹം പറയുകയാണ്. ജാതിമത വേർതിരിവില്ലാതെയാണ് താൻ ഇടപെട്ടത് എന്ന് പറയുന്നു. മാത്രമല്ല അതിവിടെ അവസാനിക്കുന്നില്ല, ആ ഇടപെടൽ തുടരേണ്ടതുണ്ട്. ഇനി ഈ പറയുന്ന ദിയാധനം അതെത്രയാണ്? 8.5 കോടി എന്ന് കേൾക്കുന്നു. $10 ലക്ഷം, അത് 8.5 കോടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ കണക്കാണ്, ആ തുകയാണോ നൽകേണ്ടി വരിക? ആ തുകയിലേക്ക് എങ്ങനെയാണ് ആക്ഷൻ കൗൺസിലുകൾ എത്തിച്ചേരുക എന്നുള്ള കാര്യം ആക്ഷൻ കൗൺസിൽ മാത്രം വിചാരിച്ചാൽ അത് നടക്കുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. നമുക്കറിയാം ആക്ഷൻ കൗൺസിലിൻ്റെ അഭിഭാഷകൻ സുഭാഷിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടു. അതിൽ കാന്തപുരത്തിൻ്റെ ഇടപെടലിനെ വളരെയധികം ശ്ലാഘിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗത്തുനിന്ന് മറിച്ചുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്. അതായത്
ഇതിന്റെ ക്രെഡിറ്റ് ആർക്ക് എന്നൊരു തർക്കത്തിലേക്ക് അത് നീങ്ങുന്നുണ്ടോ എന്ന സംശയം. ഇതിലിപ്പോൾ അന്തിമ തീരുമാനമൊന്നും ആയിട്ടില്ല, മാറ്റി വെച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഈ ക്രെഡിറ്റ് മേൽ തർക്കം നടക്കുന്നുണ്ടെങ്കിൽ അത് വളരെ മോശം കാര്യമാണെന്ന് പറയേണ്ടി വരും. അദ്ദേഹം സാമുവൽ ജെറോം എന്ന പ്രതിനിധിയാണ് ഇതിൽ പ്രതികരിച്ച് അദ്ദേഹം പറയുന്നു, ഇത് കേന്ദ്ര സർക്കാർ തലത്തിൽ നടന്ന ചർച്ചകളാണ്, അല്ലാതെ ഒരു ചർച്ചയും നടന്നിട്ടില്ല, അല്ലാതെ ഒരു കാര്യവും നടന്നിട്ടില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, നരേന്ദ്രമോദി, വിദേശകാര്യ മന്ത്രാലയം, വിദേശകാര്യമന്ത്രി ഇവരുടെയൊക്കെ ഇടപെടലിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതല്ലാതെ കാന്തപുരത്തിൻ്റെ ഇടപെടലല്ല എന്ന് പറയുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ച് കാന്തപുരത്തിൻ്റെ ഇടപെടലിൽ ഉണ്ടായിരിക്കുന്ന ഫലമാണ്, അതായത് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഈ വധശിക്ഷ നാളെ നടപ്പാക്കേണ്ട ദിവസമാണ്. അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വന്ന തീരുമാനം, ആ ഉത്തരവിൻ്റെ കോപ്പിയും നമ്മൾ ഇവിടെ കാണുന്നത് കാന്തപുരം അത് ഷെയർ ചെയ്യുമ്പോഴാണല്ലോ. അപ്പോൾ എന്തായാലും ആ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ആര് വഴിയാണ് ആ ഇടപെടൽ നടന്നിരിക്കുന്നതെന്നും അതിൻ്റെ തുടർച്ചയുണ്ടാകുമെന്നുള്ള ഉറപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ഇടപെട്ട എല്ലാവർക്കും നന്ദിയാണ് കുടുംബം പറയുന്നത്. അവരെ സംബന്ധിച്ച് നിരന്തര പോരാട്ടമാണ്. ആ ഭർത്താവ് ടോമിയുടെ മാത്രമല്ല അമ്മ അവിടെയാണുള്ളത്. അവിടെ ചെന്നുകൊണ്ട് എല്ലാവരോടും ഒന്ന് ഇടപെടാൻ അഭ്യർത്ഥിച്ചുകൊണ്ട്, അവിടെ അത്ര സുരക്ഷിതമായ സ്ഥലമൊന്നുമല്ലല്ലോ, അപ്പോൾ അവിടെ നിന്നും അത് ആവശ്യപ്പെടുന്നു. ഇത് മനുഷ്യത്വപരമായി തന്നെ സമീപിക്കും ആ കുടുംബം എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് നിർത്താം. എനിക്ക് തോന്നുന്നത് ഇതിൽ ഒരു സർക്കാരുകളെയും കുറ്റപ്പെടുത്തുന്ന രൂപത്തിലാകരുത് നമ്മുടെ ചർച്ച എന്നുള്ളത്. അങ്ങനെയല്ല, ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പരിമിതി അത് സുപ്രീം കോടതിയോടും പറഞ്ഞിരുന്നു. സുപ്രീം കോടതി വിധി പ്രഖ്യാപിക്കണമെന്നാണ് നിമിഷപ്രിയയുടെ കുടുംബം ആവശ്യപ്പെട്ടത്. അങ്ങനെ സുപ്രീം കോടതിക്ക് മറ്റൊരു രാജ്യത്തെ കാര്യത്തിൽ ഒരു ഉത്തരവിടാൻ സാധിക്കില്ല. അപ്പോൾ അവിടെയാണ് കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് പരിമിതിയുണ്ട്, സർക്കാരുകൾ തമ്മിലുള്ള ചർച്ച ഇതിൽ സാധ്യമായിരുന്നു. അല്ല, ഒരു കാര്യം കൂടെ ഒരു സുനിൽ സൂചിപ്പിക്കാൻ ശ്രമിച്ച ഒരു കാര്യം കൂടി, ഈ ഹൂത്തി വിമതർ എന്ന് പറയുന്നത് ഇറാന്റെ സ്വന്തം മിലീഷ്യയാണ്. അപ്പൊ ഇറാനുമായി ഇന്ത്യക്ക് സംസാരിക്കാൻ ഒരു നയതന്ത്ര ചാനൽ ഉണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇറാന് അതിൽ ഇസ്രായേൽ ഇറാൻ ഈ സംഘർഷം ഉണ്ടായ ശേഷം ഇന്ത്യ എടുത്തിരിക്കുന്ന ഒരു സമീപനം ഉണ്ടല്ലോ, അവിടെ ഇവിടെയും ഉണ്ടാതിരിക്കുന്ന ഒരു സമീപനം ഉണ്ടല്ലോ. നേരത്തെ ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധം ഉണ്ടാവുന്നതിന് മുമ്പ് ഇറാൻ ഈ വിഷയത്തിൽ ഇടപെടാമെന്ന് സമ്മതിച്ചിരുന്നതാണ്. അന്ന് ആ ഘട്ടത്തിൽ ഒരു പ്രാഥമിക കൂടിയാലോചന നടന്നു. പക്ഷേ ഇറാനെ പോലൊരു രാജ്യവുമായിട്ട് ഹൂതികളുടെ കാര്യത്തിൽ ഇന്ത്യ നടത്തുന്ന നയതന്ത്ര നീക്കത്തെ ഇസ്രായേലും അമേരിക്കയും എങ്ങനെ വീക്ഷിക്കും എന്നൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഒരു മനുഷ്യാവകാശ വിഷയമാണെങ്കിൽ കൂടി. കാര്യം ഇന്ത്യ ഇതുവരെയും വടക്കൻ യമനിലെ ഹൂതി റഷീമിനെ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അവരുമായി ഇറാൻ വഴിയുള്ള ഏത് നയതന്ത്ര ചർച്ച പോലും അവരെ ലെജിറ്റിമൈസ് ചെയ്യുന്നതിന് ഘടകമാവും. കാര്യം അതേസമയം നമ്മൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായി ഇന്ത്യക്ക് നയതന്ത്ര ചർച്ചകൾ നടത്താമല്ലോ. അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായി ഇന്ത്യ നയതന്ത്ര ചർച്ചകൾ നടത്തുന്നുണ്ട്, വ്യാപാര ധാരണകളുണ്ട്. അപ്പോൾ പക്ഷെ അങ്ങനെയല്ല, അവിടെ അങ്ങനെയല്ല. അവിടെ യമനിൽ യു എന്നും അന്തർദേശീയ സമൂഹവും അംഗീകരിച്ച ഒരു ഗവൺമെന്റ് നിലവിലുണ്ട്. ആ ഗവൺമെന്റ് റാഷിദ് അൽ അലീമിയുടെ ഗവൺമെന്റാണ്. നമ്മൾ ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്നത് റാഷിദ് അൽ അലീമിയുടെ ഗവൺമെന്റാണ്. അഫ്ഗാനിസ്ഥാനിൽ അങ്ങനെയല്ല. താലിബാൻ മാത്രമേ ഉള്ളൂ. താലിബാൻ വിരുദ്ധ ഭരണകേന്ദ്രം അഫ്ഗാനിസ്ഥാൻ ഇല്ല. അതാണ് കേന്ദ്ര സർക്കാരിൻ്റെ പൊളിറ്റിക്കൽ പൊസിഷൻ. അല്ല, ആ പൊസിഷൻ ശരിയാണ്. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ തീവ്രവാദികളുമായി സംസാരിച്ച ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കാണ്ഡഹാർ വിമാനറാഞ്ചൽ ആ സമയത്ത് അവസാനം പാക് തീവ്രവാദികളെ വിട്ടുകൊടുക്കുമ്പോൾ ബാക്ക് ചാനൽ ഓപ്പറേഷൻ നടക്കും. ഞാനത് സർക്കാരിൻ്റെ വഴികൾ നമുക്കറിയില്ല. ചിലപ്പോൾ വളരെ നിർണായകമായ ഒരു ലോക സാഹചര്യമായിരിക്കും വരിക. പക്ഷേ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണ് സർക്കാരിന് സാധ്യമായത് സർക്കാർ ചെയ്തുവെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. മാത്രവുമല്ല, പ്രതീക്ഷയുണ്ടെന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി. ഇന്നിപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കൂടി അതിനെ അംഗീകരിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടതിനെ കുറിച്ച് കൂടി പറയുന്നത്. ചാണ്ടിയൂപ്പൻ പറയുന്നുണ്ട്, ഗവർണർ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കേന്ദ്രത്തിൽ നിർണായകമായ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഏത് തരത്തിലാണ് അത് ചലിപ്പിച്ചത് നമുക്കറിയില്ല. നമുക്കറിയുന്നത് പ്രകാരം അതിനുള്ളൊരു സംവിധാനം അവിടെ ഈ ചർച്ച നടന്നിരിക്കുന്നത് ഹുമൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസ്, ഇപ്പോൾ തലാലിന്റെ ബന്ധു, സർക്കാർ പ്രതിനിധി എന്നിവർ ചേർന്നിട്ടുള്ള ചർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെയാണ് ഈ പറയുന്ന സുന്നി പണ്ഡിതനും ഉണ്ടായിട്ടുള്ളത്. Meet the editors.